ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വേഗത്തിലും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. വെറും ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. എത്ര വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം. അതേ കപ്പിൽ 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറില്ലേ, അത് മൊത്തത്തിൽ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചോറ് അരച്ചത് ചേർത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വേറൊരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ചോറ് ചേർക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇത് ഒരുപാട് ടൈം കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വെറും 5 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ കൈയൊന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിൽ കയ്യിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇനിയിപ്പോൾ ഇത് കടുട്ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിതാ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളിതിൽ വറ്റാണ് ചേർത്തിട്ടുള്ളത്. ചോറ് അരച്ചത് ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മേലെയും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കൊരു എഗ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ ഒരു എഗ് റോസ്റ്റ്. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം നമുക്ക് കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം നമുക്ക് തീ ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നമുക്ക് ഒരു പകുതി വേവായിട്ട് കിട്ടിയാൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ വീണ്ടും മൂടി വെക്കുകയാണ്. അപ്പോൾ ഇത് സവാള നമുക്ക് നന്നായിട്ട് വാടിയിട്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് വേവായിട്ട് കിട്ടണം. അപ്പോഴാണ് ഈ ഒരു എഗ് റോസ്റ്റിക്ക് ആ ഒരു ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിതാ 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ്. പിന്നെ ഒന്നിൻ്റെ പകുതി കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ചെറുതാക്കിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചെറുതായിട്ട് തന്നെ തക്കാളി അരിയാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വേവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്കിതൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതാ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. വെറും ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഈ മാവ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റിക്കുള്ള ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു ടൈം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ ഞാൻ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഞാൻ ഈക്വലായിട്ട് ഈ ഒരു മാവൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്.
ഇനിയിപ്പോൾ അതിന്ന് ഒരു ബോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മെല്ലെയാണ് പരത്തിയിട്ടെടുക്കുന്നത്. കാരണം അത്രമാത്രം സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു മാവ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം തിന്നായിട്ട് നമുക്ക് പരത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ അത്രക്കും തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക ലെയേർഡ് പൊറോട്ട നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ലെയർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിയുന്നത്രയും തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഓയിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ മൈദ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി മടക്കിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. താഴെ മടക്കി വെച്ചിട്ടുള്ള ആ സൈഡിലും ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും വീണ്ടും മടക്കിയിട്ടെടുക്കാം. എന്നിട്ട് അവിടെയും ഇതുപോലെ ആദ്യം നമുക്ക് ഒന്ന് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് എന്താ പറയുക മൈദ തൂവി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ലെയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രമാത്രം നമ്മളൊന്ന് മടക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് എന്താ പറയുക നന്നായിട്ട് ലെയർ കിട്ടും. നമ്മളതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെയും ഓയിൽ തേച്ച് കൊടുക്കുക, പിന്നെ മൈദ തൂവി കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഇടയിൽ നിങ്ങൾക്ക് തോന്നും ഒരുപാട് ടൈം എടുക്കുന്നു. ഒരിക്കലും എടുക്കില്ല. ഇത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് തരുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും ഒരു നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയും ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ലെയറിലാണ് നമ്മുടെ ഈ ഒരു പൊറോട്ടൻ്റെ ഈ ഒരു ഇത് ഇരിക്കുന്നത്. അതിന് ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഒരുപാട് ലെയറിലാണ് നമ്മുടെ ഈ ഒരു സംഭവം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇപ്പം തന്നെ ഇതൊന്ന് ഈ ഒരു പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുത്താൽ മാത്രം മതി ട്ടോ. ഒരുപാട് ടൈം വെച്ചിട്ടൊന്നും നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത്രയും സോഫ്റ്റാണിത്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കൂടുതൽ ഓയിലോ എണ്ണയോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ആ ഒരു ബ്രഷ് വെച്ചിട്ട് ലെയറിൽ ചെയ്തെടുക്കുന്ന ആ ഒരു ഓയിൽ മാത്രമാണ് നമ്മൾ ഇതിൽ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പത്തിരി കല്ലിൽ നമ്മൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണയോ അത് ഓയിൽ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം. എന്തെങ്കിലാണ് നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നത്. ഇപ്പം ഞാനിതാ അതൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പൊറോട്ട പരത്തിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കട്ടോ. പരത്തുന്നത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കരുത്. കാരണം ഇത് വേഗത്തിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അത്രയും തിന്നായിട്ടാണ് ഈ ഒരു പൊറോട്ട ഇരിക്കുന്നത്. അപ്പോൾ അത് മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അത്രമാത്രം ഒരു സോഫ്റ്റ് ആയിട്ടിലാണ് നമ്മുടെ ഈ പൊറോട്ട ഇരിക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു പൊറോട്ട ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് പൊള്ളിച്ച് വരുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ മേൽഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് എന്താ പറയുക പരത്തിയിട്ട് എടുക്കുന്നത് അപ്പം തന്നെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് വെക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് വേഗത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതാ ബാക്കി കൂടി ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ട്ടോ. ലഞ്ച് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സൂപ്പർ ഒരു പൊറോട്ടയാണ്. നമുക്കിതിന് ഒരു ഏറിപ്പോയ ഒരു അരമണിക്കൂർ വേണ്ട ട്ടോ. അതിന് മുന്നേ തന്നെ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയും ലെയറോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു പൊറോട്ട ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ഒരു ഫില്ലിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് മുട്ട പുഴുങ്ങിയത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് കുറച്ച് മല്ലിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പൊറോട്ടയിലേക്ക് സൂപ്പറാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അതുകൊണ്ടിട്ട് മാത്രം കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളാം. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.